നമ്മൾ വൈകുന്നേരം കണ്ട് സംസാരിച്ച് പിരിഞ്ഞ അടുത്ത ഗ്രാമത്തിൽ താമസിക്കുന്ന നമ്മുടെ ഒരു സുഹൃത്തിനെ പിറ്റേ ദിവസം കാണാനില്ല എന്ന വാർത്ത നമ്മൾ കേൾക്കുകയാണ്. പക്ഷേ നമ്മുടെ ഈ കൂട്ടുകാരനെ മാത്രമല്ല, അയാൾ താമസിച്ചിരുന്ന ആ ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാരും ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ അപ്രത്യക്ഷമായി പോയിരിക്കുന്നു. ഇതുപോലൊരു കഥ വെസ്റ്റേൺ യൂറോപ്പിൽ പറഞ്ഞു കേൾക്കാറുണ്ട്. പണ്ട് പണ്ട് ഒരു നാട്ടിൽ ഡൺമോർ എന്ന പേരുള്ള ഒരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിനെ ഫേസ് ചെയ്ത് നിന്നിരുന്ന ഒരു ക്ലിഫിൻ്റെ മുകളിലായി ഭംഗിയുള്ള ഒരു ഗ്രാമം. സമുദ്രം അടുത്തായിരുന്നതുകൊണ്ട് തന്നെ മീൻപിടുത്തവും മറ്റുമായി ഉപജീവനം നടത്തിയിരുന്ന ഗ്രാമവാസികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വളരെ സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന ആളുകൾ. അതുവഴി പാസ് ചെയ്തു പോകുന്ന വ്യാപാരികളും മറ്റ് ട്രാവലേഴ്സും ഒക്കെ രാത്രികാലങ്ങളിൽ ഈ ഗ്രാമത്തിൽ നിന്ന് ഉച്ചത്തിലുള്ള പാട്ടുകളും ഗ്രാമവാസികൾ ഡാൻസ് ചെയ്യുന്നതിൻ്റെ ശബ്ദവും ഒക്കെ കേൾക്കാറുണ്ടായിരുന്നത്രേ. അങ്ങനെ ഒരു നല്ല മഴയും കൊടുങ്കാറ്റും ഒക്കെയുള്ള ഒരു രാത്രിയിൽ യാത്ര തുടരാൻ കഴിയാതെ ഒരു ചരക്ക് കപ്പൽ ആ ഗ്രാമത്തിൻ്റെ അടുത്ത് തമ്പടിച്ചു. അന്നേ ദിവസം ആ വ്യാപാരികൾ ആ ഗ്രാമത്തിൽ നിന്ന് വിചിത്രമായ ചില ശബ്ദങ്ങൾ കേട്ടു അത്രേ. ആളുകൾ നിലവിളിക്കുന്നതിൻ്റെയും കരയുന്നതിൻ്റെയും ഒക്കെ മറ്റും. പിറ്റേ ദിവസം സംഭവം അറിയാൻ ക്ലിഫിൽ കയറി ഗ്രാമത്തിലെത്തിയ വ്യാപാരികൾ ഞെട്ടിപ്പോയി. ഈ ഗ്രാമത്തിലെ വീടുകളുടെ വാതിലുകൾ എല്ലാം തുറന്നിട്ടിരിക്കുന്നു. പക്ഷെ അപ്പോഴും ഈ പല വീടുകളുടെയും ചിമ്മിനികൾക്കുള്ളിൽ നിന്ന് തീ എരിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മേശപ്പുറത്ത് പാതി കഴിച്ച ഭക്ഷണം, പുറത്ത് ഉണങ്ങാനിട്ടിരിക്കുന്ന മീൻവലകൾ. പക്ഷേ ഒരൊറ്റ മനുഷ്യരില്ല. ചുറ്റും മരവിപ്പിക്കുന്ന ഒരു തരം ശൂന്യത മാത്രം. ആ മനുഷ്യർ പിന്നീട് എവിടെ പോയി? ചിലർ പറയുന്നു അവരെ മുഴുവൻ കടലെടുത്ത് കൊണ്ടുപോയി എന്ന്. ചിലർ പറയുന്നു അവർക്കെന്തോ ഒരു വലിയ ശാപം കിട്ടിയതാണെന്ന്. ചിലർ പറയുന്നു അവർ ഇപ്പോഴും ഒരു ലൂപ്പിൽ അകപ്പെട്ട് കിടക്കുകയാണെന്ന്, ഒരിക്കലും പുറത്തു വരാൻ പറ്റാതെ. ഇപ്പോഴും ചില രാത്രികളിൽ അതുവഴി പോകുന്ന മീൻപിടുത്തക്കാർ ആ ക്ലിഫിന് മുകളിൽ നിന്ന് വെളിച്ചവും ഉച്ചത്തിലുള്ള പാട്ടുമൊക്കെ കേൾക്കുമത്രേ. പക്ഷേ ആരും അങ്ങോട്ട് പോകാറില്ല. പോയവർ ആരും പിന്നെ തിരിച്ചു വരില്ലത്രേ.